Today's message is for you. Master Jesus, forgiveness. You are on the path of light, love, and forgiveness. Father, healing is possible at this time. ഇന്നത്തെ ദിവസം നിങ്ങൾ പ്രകാശത്തിൻ്റെ പാതയിലാണ്. നിങ്ങൾക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് സ്നേഹിക്കാൻ തുടങ്ങുന്നത്. നിങ്ങൾക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ ഇപ്പോൾ സാധിക്കുന്നില്ലായിരിക്കാം. അങ്ങനെ നിങ്ങൾ ക്ഷമിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ സന്തോഷത്തെ തന്നെയാണ് നിങ്ങൾ കെടുത്തുന്നത്. ഇന്നത്തെ ദിവസം ജീസസ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരു ഷിഫ്റ്റ് നൽകാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ഷിഫ്റ്റിൻ്റെ മുന്നോടിയാണ് ഫോർഗീവ്നെസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഒത്തിരി നാളുകളായിട്ട് കൊണ്ടു നടക്കുന്ന ആ ഒരു ബർഡൻ റിലീസ് ചെയ്യാനുള്ള സമയം കൂടിയാണ് ഇന്നത്തെ ഈ ഒരു ദിവസം. ജീസസ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ജീസസ് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ സിറ്റുവേഷൻ ഏതുമാകട്ടെ നിങ്ങൾക്ക് അതിലൊരു ക്ലാരിറ്റിയും ഒരു ഹീലിങ്ങുമാണ് ജീസസ് നൽകുന്നത്. ഫോർഗീവ്നെസ് വഴി നിങ്ങൾക്ക് നിങ്ങളെ തന്നെയാണ് സ്നേഹിക്കാൻ സാധിക്കുന്നത്. ഫോക്കസ്ഡ് ഇൻറ്റൻഷൻസ്. തിങ്ക് അബൌട്ട് വാട്ട് യു ഡിസയർ. നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. സെറ്റ് യുവർ സൈറ്റ്സ് ഹൈ. എക്സ്പെക്റ്റ് ദ ബെസ്റ്റ് പോസിബിൾ ഔട്ട്കം. നിങ്ങൾ അതിനു വേണ്ടിയിട്ട് വളരെ അധികം ശ്രമിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഔട്ട്കം കിട്ടുന്നതാണ്. നിങ്ങളിപ്പോൾ ടഫായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണോ കടന്നു പോകുന്നത്? ഒന്നും തന്നെ നിങ്ങൾക്ക് വർക്കാകുന്നില്ലായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു ഇൻറ്റൻഷൻ ഉണ്ടോ എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ തിരിച്ചു പിടിക്കാൻ സാധിക്കും. ഇന്നത്തെ ഈ ഒരു സന്ദേശം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയേണ്ട ഒരു കാര്യമുണ്ട്, ഡോൺ വറി. കാരണം ഈ ഒരു ടഫ് സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സൈക്കിളിൻ്റെ ഒരു ഭാഗമാണ്. അത് ഒരു നാണയത്തിന് രണ്ട് വശങ്ങൾ പോലെ തന്നെയാണ്. ഒരു ഉയർച്ചയ്ക്ക് തീർച്ചയായിട്ടും ഒരു താഴ്ചയും ഉണ്ടാകും. പാസ്റ്റ് ട്രോമാസിനെ ഒരിക്കലും നിങ്ങൾ ഹോൾഡ് ചെയ്യാതിരിക്കുക. എത്രത്തോളം നിങ്ങളത് ഓർത്തിരിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പ്രയാസമുണ്ടായിരിക്കും. ഇന്നത്തെ ദിവസം നിങ്ങൾ എല്ലാത്തിൽ നിന്നും റിലാക്സ്ഡ് ആവുക. നിങ്ങൾ ഡിവൈൻ പവറിൽ വിശ്വസിക്കുക. നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത് എല്ലാം തന്നെ നല്ലതിനാണെന്ന് മാത്രം നിങ്ങൾ വിശ്വസിക്കുക, ചിന്തിക്കുക. നിങ്ങൾക്ക് എല്ലാം തന്നെ വീണ്ടും റീഫ്രഷ് ആയിട്ട് തുടങ്ങാൻ സാധിക്കും. നിങ്ങളുടെ ആ ഒരു ലൈഫിന് നിങ്ങൾ ഒരു സെക്കൻഡ് ചാൻസ് കൂടി കൊടുക്കുക. ഒന്നും നിങ്ങൾ വേണ്ട എന്ന് വെക്കരുത്. എല്ലാം നിങ്ങൾ വീണ്ടും തുടങ്ങുക. നിങ്ങൾ ഇന്നത്തെ ദിവസം വിശ്വാസത്തോടു കൂടിയാണ് മുന്നോട്ട് പോകേണ്ടത്. നിങ്ങൾ അറിയുക, യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എന്തു തന്നെയാകട്ടെ അത് സത്യമാകാനായിട്ട് ഡിവൈൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കൊരു ഭയം തോന്നിയേക്കാം. ആ ഒരു ഭയം എന്ന് പറയുന്നത് നിങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന കേവലം ഒരു വസ്തുത മാത്രമാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ഫോക്കസ് വളരെയധികം സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നതല്ല. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആൻസറും കിട്ടുന്നതാണ്. ഇന്നത്തെ ഈ ഒരു സന്ദേശം ഫോർഗീവ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഫോർഗീവ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നിങ്ങളുടെ ഫോക്കസ് എന്താണോ, ഒരുപക്ഷെ നിങ്ങൾ നല്ലൊരു ജോബിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടാവാം, നന്നായിട്ട് പഠിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രേ ചെയ്യുന്നുണ്ടാവാം. കാര്യം എന്ത് തന്നെയാണെങ്കിലും, അല്ലെങ്കിൽ വ്യക്തിയോട് ക്ഷമിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇതുവരെ നിങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സമായിട്ട് നിന്നിട്ടുള്ള എല്ലാ വ്യക്തികളെയും നിങ്ങൾ ഫോർഗീവ് ചെയ്യേണ്ടതാണ്. ആ അവസ്ഥകളെ ഫോർഗീവ് ചെയ്യേണ്ടതാണ്. അതിന് നിങ്ങൾ ഒരു വൈറ്റ് പേപ്പർ എടുക്കുക. അതിൽ ബ്ലാക്ക് ഇങ്ക് കൊണ്ട് നിങ്ങളെ വേദനിപ്പിച്ച സംഭവങ്ങൾ, വേദനിപ്പിച്ച വ്യക്തികൾ, അവരുടെ പേരുകൾ എല്ലാം എഴുതുക. അതിനുശേഷം അവർക്ക് ഫോർഗീവ് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് ആ പേപ്പർ ബേൺ ചെയ്ത് കളയാവുന്നതാണ്. ഇതുവഴി നിങ്ങൾക്കൊരു പരിധിവരെ ഫോർഗീവ്നെസ് സാധ്യമാകുന്നതാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. ശുഭദിനം ആശംസിക്കുന്നു.